നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ മാനിഫെസ്റ്റിംഗ് ലവ് എന്നുള്ള ടോപ്പിക്കിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ലാലാജി മഹാരാജിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ഒരു മനുഷ്യൻ്റെ പരിണാമത്തിൽ ഇത്രയും സഹായകരമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ടായിട്ടില്ല എന്നാണ് സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായിട്ട് ദാജി പറയുന്നത്. ഹാർട്ട്ഫുൾനെസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ മെഡിറ്റേഷൻ തുടങ്ങുകയാണെങ്കിൽ ഹാർട്ട്ഫുൾനെസ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നമ്മുടെ ഉള്ളിലുള്ള ആ സ്പിരിച്വൽ കണ്ടീഷൻ അത് നമ്മൾ നിലനിർത്തുകയും ആ തലത്തിൽ നിന്നും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും എല്ലാം മാനിഫെസ്റ്റ് ചെയ്യും എന്ന് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ കണ്ടീഷന് അനുസരിച്ചിട്ടല്ല, നമ്മുടെ ഉള്ളിൽ മാസ്റ്റർ അനുഗ്രഹിച്ച് തരുന്ന സ്പിരിച്വൽ കണ്ടീഷൻ, ട്രാൻസ്മിഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ലഭിക്കുന്ന സ്പിരിച്വൽ കണ്ടീഷൻ, നമ്മൾ ആ ഉയർന്ന സ്റ്റേറ്റിൽ നിന്നും ചിന്തിക്കുക, ആ ചിന്ത തന്നെ വാക്കുകളിലും പ്രവൃത്തികളിലും കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ ക്യാരക്ടറായിട്ടത് മാറുന്നു. അങ്ങനെ നമ്മൾ അതുമായിട്ട് യുണൈറ്റഡ് ആകുന്നു. പിന്നെ ഒരിക്കലും താഴേക്ക് പതിക്കാത്ത രീതിയിൽ അത് നമ്മുടേതായി മാറും. നമ്മൾ അതായിത്തീരുന്നു. മാസ്റ്റർ ശരിക്കും തരുന്ന ആ കണ്ടീഷൻ എന്താണ്? മാസ്റ്ററുടെ കണ്ടീഷൻ തന്നെയാണ്. നമ്മൾ അത്രയും റിസപ്റ്റീവ് ആണെങ്കിൽ ഒരു സിറ്റിങ്ങിൽ തന്നെ നമുക്ക് ആ ഒരു തലത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ അത്രയും സമർപ്പിച്ചിരിക്കുകയാണെങ്കിൽ, സറണ്ടേർഡ് ആണെങ്കിൽ, ആ കണ്ടീഷൻലെസ് കണ്ടീഷൻ എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. അത് നമുക്ക് എന്നേക്കുമായി റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് കാലതാമസമൊന്നുമില്ല. നമ്മൾ ആ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ
ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. തീർത്ഥാടനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പഴയ പ്രവണതകളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നവർ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. ഞാനിപ്പോൾ ഉപവാസത്തിലാണ്, തീർത്ഥാടനത്തിന് പോകുന്നതിന് മുമ്പേ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, തിരിച്ചു വന്നിട്ട് സംസാരിക്കാം, ഇപ്പോൾ ഇതിനൊന്നും എനിക്ക് സമയമില്ല, തിരിച്ചു വന്നാൽ എല്ലാത്തിനും തിരിച്ചു കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആന കുളിക്കുന്ന പോലെയാണ് എന്ന് നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തു. ആന കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ മേത്തൊക്കെ പൊടിയിടും, മണ്ണ് വാരിയിടും. അപ്പോൾ നമ്മൾക്ക് മാസ്റ്റർ നൽകിയിട്ടുള്ള ആ ഹയസ്റ്റ് സ്റ്റേറ്റ് അത് നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യണം. ഇതാണ് ലാലാജി മഹാരാജ് പറയുന്നത്. നമ്മുടെ വാക്കുകൾ ആ റിയാലിറ്റി ആയിട്ട്, സത്യവസ്തുവായിട്ട് കൺഫോമിറ്റിയിലാവണം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സ്വഭാവം ഇവിടെ വാക്കുകളിലും കാണുന്നതാണ്. ഒരു ഉള്ളിലുള്ള ഒരു സീഡ്, ആ സീഡിനെ എൻവലപ്പ് ചെയ്യുന്ന ഒരു ഐഡിയനെ എൻവലപ്പ് ചെയ്യുന്ന തോട്ടിനെ എൻവലപ്പ് ചെയ്യുന്ന വാക്കുകൾ, അതിനെ എൻവലപ്പ് ചെയ്യുന്ന, കവർ ചെയ്യുന്ന പ്രവൃത്തി, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ ആലോചിച്ച് നോക്കും, ഉള്ളിലുള്ള അതേ ഫ്ലോ തന്നെയായിരിക്കും പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ലാലാജി മഹാരാജ് തുടർന്ന് പറയുന്നു, അങ്ങനെയുള്ളൊരു സ്റ്റേറ്റിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇൻറ്റൻഷൻ, അത് തന്നെ നടക്കുന്നതാണ്. അത് ശരിയുമോ, ഇറ്റ് വിൽ ബി റൈറ്റ്, അത് ശരിയുമാവുന്നതാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. സഹജമാർഗത്തിൽ എപ്പോൾ ധ്യാനിക്കുമ്പോഴും, ഒരു ഇൻട്രഡക്ഷൻ ലഭിച്ച ഒരു അഭ്യാസി എപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ട്രാൻസ്മിഷൻ ലഭിക്കുന്നു. ആ ട്രാൻസ്മിഷൻ ലഭിച്ചിട്ട് മാസ്റ്റർ നമ്മളെ സ്രോതസ്സുമായിട്ട് കണക്ട് ചെയ്തു. നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആവണം. അതേക്കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഫൈനൽ വേർഷന്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ കാണാൻ പോവുകയാണ് ഒരു മെഡിറ്റേഷൻ ഹാളിൽ. മെഡിറ്റേഷൻ റൂമിൽ സംഭവിക്കുന്നു, എൻ്റെ മാസ്റ്ററെ കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എങ്ങനെ വരണം? ദാജിയെ പോലെ തിരിച്ചു വരണം. നമ്മൾ താഴേക്ക് വരുമ്പോൾ ഡൈല്യൂഷൻ പാടില്ല. എന്താണ് എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള അനുഭവം? സ്നേഹത്തിൻ്റെ അനുഭവം, പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്നുള്ള ഫീലിംഗ്, എല്ലാ ഹൃദയങ്ങളും കണക്റ്റഡ് ആണെന്നുള്ള ഫീലിംഗ്, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഉദ്ദേശം സ്നേഹത്തിൻ്റെ ആയിരിക്കും. ചാരുജി മഹാരാജ് പറയാറുണ്ട്, നിങ്ങൾ ഒരു വിഷമിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാൻ തോന്നും. പോക്കറ്റിലേക്ക് കൈ പോകുമ്പോൾ ഒരു 50 റുപ്യ കൊടുക്കാം എന്ന് വിചാരിച്ച് പോകുന്നു. പുറത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ പൈസ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു ഗ്യാപ്പുണ്ട്, പോക്കറ്റിലേക്ക് കൈ ഇടുന്നതും പുറത്തേക്ക് വരുന്നതിൻ്റെ ഗ്യാപ്പ്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചു? ഇതന്നെ ഒറിജിനലായിട്ട് ആ സ്നേഹത്തിൻ്റെ ഫ്ലോ താഴേക്ക് എത്തിയപ്പോഴേക്കും ഡൈല്യൂട്ടഡായി. നമ്മൾ ഇന്നലെ സംസാരിച്ചു, ഗംഗോത്രിയിൽ നിന്ന് വരുന്ന വെള്ളം സമുദ്രത്തിലെത്തിയപ്പോൾ ഉപ്പ് കലർന്നതായി. സമുദ്രത്തിൽ നിന്നും ഗംഗോത്രിയിൽ ലഭിക്കുന്ന അതേ പ്യൂർ ജലം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ? അവസ്ഥ ഉണ്ടാവണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ സ്നേഹത്തിൻ്റെ ആ ഇൻറ്റൻഷൻ, അതെല്ലാവരുടെയും ഉള്ളിലുള്ള ഇൻറ്റൻഷൻ സ്നേഹം തന്നെയാണ്. പുറത്തേക്ക് വരുമ്പോൾ അതിന് സ്വാർത്ഥത കലരുന്നു മാത്രം. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഇൻറ്റൻഷൻ സ്നേഹമായിരുന്നു, ആനന്ദമായിരുന്നു, സച്ചിദാനന്ദമായിരുന്നു. മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ സ്ഥലത്ത് പോയിട്ട് ഉടക്കിയിട്ട് ഈഗോ പ്രവർത്തിക്കുക, അതിനാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനലായിട്ട് ആ പ്യുവറായിട്ടുള്ള മായയെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്തു. അച്ഛൻ കുട്ടിക്ക് പൈസ കൊടുക്കുകയാണ്, നീ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് കുട്ടി പോകുമ്പോൾ വേണ്ടാത്തതൊക്കെ ചെയ്യുന്നു, പൈസയൊക്കെ ധൂർത്തടിക്കുന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂറിൽ പോകുമ്പോൾ ഒരിക്കലും ഈ അനുഭവം ഉണ്ടായി. ഞാനിന്ന് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ 10 15 ഉള്ള ഒരു സീനിയറായിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു കൂടെ. അച്ഛൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടൂർ പ്രോഗ്രാം 8 ദിവസത്തെയാണ്. പകുതി കഴിയുമ്പോൾ അവൻ്റെ പൈസയൊക്കെ കഴിഞ്ഞു, ഒന്നും കയറ്റില്ല. പിന്നെ അച്ഛനാണ് അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവന്നത്. എല്ലാം ഭക്ഷണം കഴിച്ചിട്ടും കണ്ടിക്കണ്ടത് വാങ്ങി തീർത്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതാ സംഭവിക്കുന്നത്. നമുക്ക് ആ ഒറിജിനൽ സ്നേഹത്തിൻ്റെ ഇൻറ്റൻഷൻ റീറ്റെയിൻ ചെയ്യാൻ പറ്റാതെ നമ്മൾ മിഡിൽ ഏജ് കടക്കുമ്പോഴേക്കും നമ്മൾ സ്വാർത്ഥരായി മാറുന്നു. ആ ഒറിജിനലായിട്ടുള്ള സ്നേഹമൊക്കെ പോകുന്നു. പിന്നെ ഈ ലോകം എങ്ങനെയാണ്, ഇതിനൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങോട്ട് എന്താ കൺട്രാക്റ്റഡായി പോകുന്നു. പ്രായം ചെല്ലുന്തോറും മുഖം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സീരിയസ്നെസ് കൂടുന്നു, ചിരി കുറയുന്നു. എല്ലാവരെയും ഉപദേശിക്കുന്ന ആൾക്കാർ നെറ്റിയൊക്കെ ചുളിച്ചിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നതാണ്. സഹജമാർഗത്തെക്കുറിച്ചിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ ഇതിലൊരു കുഴപ്പം കാണുന്നില്ല. എന്താണ്, എല്ലാവരും വളരെ ഡള്ളായി മാറുന്നു, വളരെ മൊറോസായി മാറുന്നു, വളരെ സീരിയസ് ആയി മാറുന്നു. സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് അബൌട്ട് സീരിയസ്നെസ്. സ്പിരിച്വാലിറ്റിയിൽ ആനന്ദം വേണം. ആനന്ദം കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയല്ല, പ്രവർത്തികളിൽ ആനന്ദം വേണം, വാക്കുകളിൽ ആനന്ദം വേണം. നമ്മൾ ഇൻഫെക്ഷസ് ആണ്. നമ്മുടെ പ്രസൻസ് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വരണം, സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇൻഫെക്ഷൻ വരണം. ഇതാണ് ഡിവിനിറ്റിയുടെ മാനിഫെസ്റ്റേഷൻ. ഇപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈശ്വരനെ കണ്ടില്ല. പക്ഷേ ഈശ്വരൻ എനിക്ക് അദ്ദേഹത്തെ റിവീൽ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എന്നിലൂടെ കാണുന്നു. എപ്പോഴാണ് കാണുന്നത്? നമ്മുടെ ചിന്തകളിൽ, വാക്കുകളിൽ ഇത് മാനിഫെസ്റ്റ് ആവും. നമ്മൾ അത്രയും അതിനു വേണ്ടിയിട്ട് ദാഹിക്കുമ്പോൾ, സറണ്ടേർഡ് ആയിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഇൻറ്റൻറ്റഡ് ആയിട്ട് സ്നേഹത്തിൻ്റെ ഇൻറ്റൻഷൻ അതിനെ നമ്മൾ ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ എൻവലപ്പ് ചെയ്യുമ്പോൾ ആ എൻവലപ്പൊക്കെ വളരെ സുതാര്യമാവുന്നു. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫ്ലോ ആയി മാറുന്നു. ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെ പോകുന്നത് ആ പ്യൂരിറ്റി തന്നെയാണ്. ഇറ്റ് വിൽ ബി ഇൻ കൺഫോമിറ്റി വിത്ത് റിയാലിറ്റി എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത്. അപ്പം അങ്ങനെ സംഭാഷണം നടത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.